ലീഡറുടെയും ഒരു കൂടെ നിൽക്കുന്ന പടയാളികളുടെയും കരുത്ത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു യുദ്ധത്തിന്റെ ഒരു വലിയ രാജ്യം തയ്യാറായിരിക്കുകയാണ്. മറുഭാഗത്ത് ഒരു ചെറിയ രാജ്യമാണ്, ശത്രുക്കൾ അല്ലെങ്കിൽ അവരുടെ സൈന്യങ്ങൾ കുറവാണ്. സൈന്യക്കാർ ആകെ പേടിച്ചു നിൽക്കുന്ന സമയത്താണ് സൈന്യത്തിന്റെ തലവൻ വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാനൊരു കോയിൻ എടുത്തുകൊണ്ട് പറഞ്ഞു, നമ്മൾ പറയില്ല ചാപ്പാ കോയിൽ എന്ന് പറയല്ലോ, ഇത് വീണ നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ തോൽക്കും. അങ്ങനെ ഒരു കോയിൻ എടുത്തുകൊണ്ട് ഈ പടയാളികളോട് പറയാണ്, ഇത് ഈ ഭാഗം വീണ് കഴിഞ്ഞാൽ, ചാപ്പ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ജയിക്കും, കോയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് പടയാളികൾ കൊണ്ടിരുന്ന ട്രോസ് ഇട്ടത് നേരെ ചാപ്പയാണ് വീണത്. അപ്പൊ എല്ലാവരും സമാധാനമായി, നമ്മൾ ജയിച്ചു ഉറപ്പായി. ആ വാപ്പിൽ എല്ലാവരും യുദ്ധത്തിന് പോയി. യുദ്ധം കുടുംബിൽ കൊണ്ടുകൊണ്ട് അവർ വിജയത്തിന്റെ ഉന്മനയിൽ എത്തിക്കൊണ്ട് അവർ തിരിച്ചു മടങ്ങി വരികയാണ്. കുറഞ്ഞ സൈന്യമാണ് ആ വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടിയത്. അങ്ങനെ അവർ വിജയിച്ചുകൊണ്ട് അവരുടെ നാട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലീഡറായ മനുഷ്യന് ആ കോയിന് കൊണ്ടുപോയി പുഴയുടെ തീരത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ കോയന പുഴയിലേക്ക് എറിഞ്ഞ് ആ പുഴയിൽ ഒഴുക്കി കളയുകയാണ്. കാരണം എന്താണ്? ആ കോയന്റെ രണ്ട് ഭാഗവും ഒന്നായിരുന്നു. അതായത് ചാപ്പയായിരുന്നു രണ്ട് ഭാഗവും, ഏതിട്ടാലും ആ ഭാഗം തന്നെ ഉണ്ടല്ലേ. അപ്പോ പടയാളികളായ അവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ നേതാവായ മനുഷ്യൻ ചെയ്തൊരു ട്രിക്കാണ്. അപ്പോ നമുക്ക് വേണ്ടത് നമ്മുടെ ടീമിന്റെ കാര്യത്തിൽ നമുക്കറിയാം, പാട്ട് പാടുന്ന ധാരാളം ആളുകളുണ്ട്. പാട്ട് പാടുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഓരോ വേദികളിലായിട്ടും അവർ പാട്ട് പാടിയിട്ടുണ്ട്, പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ എഴുത്ത് മേഖലയിലും വായന മേഖലയിലും മറ്റുള്ള മേഖലയിലൊക്കെ കഴിവുള്ളവർ അറിയാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ പുകയറ്റി പറയാൻ പിന്നെ ഞാൻ അവിടെ പോയി പറഞ്ഞാൽ പുകയറ്റി പറയാമോ എന്നുള്ള ടെൻഷൻ വേണ്ട, എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. എന്റെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നാലിന്നതിൽ കഴിവുണ്ട്, മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതില്ല, നമ്മൾ എന്തായാലും അതിൽ മത്സരിക്കുകയും ചെയ്യും.